പ്രീ സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ മാത്രമേ ഉള്ളൂ. മാഷന്മാർ ആ പുരുഷന്മാരായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവില്ല. ഏറി വന്നാൽ അവിടെ ആരെങ്കിലും സെക്യൂരിറ്റി ആയിട്ടോ ഡ്രൈവർമാരായിട്ടോട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ എന്തൊരു മുതിർന്നൊരു മാഷായാലും എന്താണ്, കുട്ടികളോട് കുറച്ചും കൂടി ഇടപഴകി ചെയ്യാൻ സ്ത്രീകളാണ് വേണ്ടത് എന്ന് പറയും. പക്ഷെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ലേഡീസ് മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും മദ്രസകൾ മിക്സഡ് ആണ്. ഞാൻ ഉറച്ചു പറയുന്നു, നിങ്ങൾക്ക് സമയം എത്ര കുറവാണെങ്കിലും ഇടപഴകാൻ സമയം കിട്ടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനമാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഈ ആണും പെണ്ണും തമ്മിൽ പെരുമാറുന്നിടത്തൊരു മര്യാദ വേണമെന്നാണ് ഏറ്റവും മിനിമം ഒരു മദ്രസയിലെ കുട്ടി പഠിക്കേണ്ട ഒരു കാര്യം. ആ കുട്ടി എങ്ങനെ പഠിക്കും? അത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഇത്ര സ്വതന്ത്രമായി ഇടപഴകുമ്പോൾ അവൻ്റെ സഹപാഠിയോട് അങ്ങനെ ഇടപഴകുന്നതിന് എന്താണ് തടസ്സം? അവന് കൂടെ ടൂർ പോകുന്ന പെൺകുട്ടിയോട് തമാശ പറയുന്നതിന് എന്താണ് തടസ്സം? എന്താണ് അവരോട് തമാശ പറഞ്ഞ് വർത്താനം എന്താണ് തടസ്സം? അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്തൊരു മാതൃകയാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ആണും പെണ്ണൊക്കെ ഒരു മദ്രസയിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആണും പെണ്ണും ഉള്ള ഒരു മദ്രസയിൽ എങ്ങനെ അന്യ സ്ത്രീയും അന്യ പുരുഷനും എങ്ങനെ വർത്തിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മദ്രസയിൽ സാധിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒന്നിച്ചുള്ള നൃത്തവും കുട്ടികൾക്കൊരു മാതൃകയാകാൻ സഹായകമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.